ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇത് രാവിലെ ഇപ്പോൾ 6:15 ഞാൻ നേരത്തെ തന്നെ ഇന്ന് എണീറ്റു. സോ വെൽക്കം ടു ദ പാർട്ട് 1. സോ നമ്മളിപ്പോൾ നേരെ തന്നെ ആദിയോഗി സ്റ്റാച്യൂവിൽ പോവാണ്. കുറച്ച് ഫോട്ടോ സെഷൻ ഉണ്ട്. ഫോട്ടോസ് എടുത്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ ധ്യാനലിംഗ, ലിംഗഭൈരവി, ചന്ദ്രകുണ്ട്, അങ്ങനെ പലതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ വൈകാതെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ടു ദിസ് വീഡിയോ. ഗൈസ്, ഒന്നും പറയില്ല, ഇവിടെ മൊത്തം നല്ല പീക്കോക്കുകളുടെ ശബ്ദം കേൾക്കാം. നല്ല രീതിക്ക് ഇവിടെ ഒത്തിരി പീക്കോക്ക് ഉണ്ട്. ഞാൻ ഇന്നലെ ബസ്സിൽ വരുന്ന വഴി കണ്ടായിരുന്നു. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി പീക്കോക്ക് ഇവിടെ ഉണ്ട്. സോ ഒരു സൈക്കിൾ ഇവിടെ കിടപ്പുണ്ട്. നല്ലതാണോ എന്നറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും നോക്കാം. വേഗം നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഇഷ നഴ്സറി ഗാർഡൻ. ഇവർ മറ്റേ സോയിലിൻ്റെ പരിപാടി, സേവ് സോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫുൾ ഇവരുടെ ഒരു സംഭവമാണ് ഈ സേവ് സോയിൽ എന്ന് പറയുന്ന പരിപാടി. പുള്ളി കുറേ സ്ഥലങ്ങളിലിങ്ങനെ ഈ സേവ് സോയിൽ എന്നൊക്കെ പറഞ്ഞ് പോവാറുണ്ട് അത്ര ക്യാമ്പയിനൊക്കെ ആയിട്ട്. സോ നമ്മളിപ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. സോ മറ്റേ നാഗശ്രൈൻ കണ്ടില്ലേ, സർപ്പവാസൽ, അവിടെ നിന്ന് ഒരു 7 മിനിറ്റ് വാക്കേ ഉള്ളൂ. 7 മിനിറ്റും ഇല്ല, അത് എത്തി, എനിക്ക് കാണാം. സോ യെസ്, അങ്ങോട്ട് പോവാം. നിങ്ങൾക്കിത് ഡേ ടൈം എനിക്ക് കാണിച്ചു തരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ദേ വന്നു. ശരിക്കും പറയാമല്ലോ, ഭയങ്കര ഹ്യൂജാണ്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതിൽ ഹ്യൂജാണ്. ഇതിൽ ആ രുദ്രാക്ഷമാല, അത് ഞാൻ ക്ലോസപ്പ് ചെയ്യാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഒരു 10-40 ലക്ഷം രുദ്രാക്ഷങ്ങൾ ചേർത്തുള്ള മാല. അത്രയ്ക്കുണ്ട്, അത്രയ്ക്ക്. സച്ച് എ ഹ്യൂജ് പീസ്. ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്ഫുൾ മൂമെൻ്റാണ്. ഇവിടെ ദേ സൺറൈസ് ആവുന്നു, ചുറ്റും വെള്ളയങ്കിരി മലകളും, ഭയങ്കര വൈബ്. ഞാൻ ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാം. ഗൈസ്, അവിടെ കാണാനാണ് സർപ്പവാസൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഗൗശാലയിൽ, അതായത് ഇവിടെ ഓട്ടിക്കാൻ എടുക്കുന്ന ഗൗശാല, നമ്മൾ ഈ ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ട പോലെ ഞാൻ പോയതൊക്കെ കണ്ടില്ലേ, അപ്പം നമുക്ക് പോകാൻ പറ്റുന്ന പശുക്കളാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അല്ലാതെ വേറൊരു ഗൗശാലയുണ്ട്, അതെവിടെയാണെന്ന് നോക്കണം. എനിക്ക് ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യണം അതനുസരിച്ച്. സോ ഇതാണ് ഒരെണ്ണം. നേരെ പോയ ആദിയോഗി സ്റ്റാച്ചു. ഞാനവിടെ അടിപൊളിയായിരുന്നു. സോ ഫോൺ അലൗഡല്ല. നമ്മളെല്ലാവരും ഒരു ബോക്സിലൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ വേണം നമ്മൾ, ഫോണും ഈ ബാഗൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ. സോ ഞാൻ കൊടുത്തിട്ടാണ് കയറിയതുകൊണ്ട് എനിക്ക് ഫോൺ അവിടെ എടുക്കാൻ പറ്റിയില്ല. സച്ച് എ ബ്യൂട്ടിഫുൾ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പോയിരുന്ന ലിംഗഭൈരവിയെ തൊഴും, സ്ത്രീകളാണ് പൂജിക്കുന്നതും എല്ലാം. അതിനുശേഷം നമ്മൾ ചന്ദ്രകുണ്ടിൽ പോയി കുളിക്കും. സ്ത്രീകൾക്ക് ചന്ദ്രകുണ്ടും ആണുങ്ങൾക്ക് സൂര്യകുണ്ടുമാണ്. സോ അത് കഴിഞ്ഞതിന് ശേഷം നല്ല കുളിയായിരുന്നു. ശരിക്കും പറയാനോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും എല്ലാം ഉണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ലിഫ്റ്റിന് വേണ്ടി നിന്നപ്പോൾ ഇല്ല, ഇപ്പോൾ വർക്കാവത്തില്ല എന്ന് പറഞ്ഞു. ടൈമിങ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. സോ നല്ല അടിപൊളി കുളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തു പറയാനാണ്, ഒരു സൈഡിൽ ഞാൻ എൻ്റെ പിക്ചർ ഇവിടെ ആഡ് ചെയ്യാം. ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ, അത്രയും സ്പീഡിലല്ല, അതിൽ നിന്ന് കുറച്ച് കുറവായിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ കുളിക്കുന്ന പോണ്ടിൽ നടുക്ക് വന്നിട്ടൊരു ശിവലിംഗം ഉണ്ടായിരിക്കും. സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ആ കുളിയും കഴിഞ്ഞ് എൻ്റെ പൊന്നി എന്തൊരു, എനിക്കറിയാൻ വേണം, ഭയങ്കര ഒരു പോസിറ്റിവിറ്റി. സോ ആ കുളിയൊക്കെ കഴിഞ്ഞ്
നമ്മൾ ധ്യാനലിംഗയിൽ പോയി മെഡിറ്റേഷൻ, അത് വലിയൊരു ശിവലിംഗമാണ്. സോ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ അതേ റൂമിൽ വന്നു. ഞാൻ ടവർ എടുത്തിട്ടില്ലായിരുന്നു, അപ്പം ഒന്ന് സെറ്റാക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി. അപ്പം നമുക്ക് റൂമിലോട്ട് പോവാം. റൂമിൻ്റെ ഇന്നലെ നൈറ്റല്ലേ കണ്ടുള്ളൂ, ഇതാണ് അതിൻ്റെ ഒരു ഡേ ടൈം. പച്ച എന്നൊക്കെ പറഞ്ഞ് നല്ല കിട്ടില്ല പച്ചപ്പാണ് ഇവിടെ. ഇതാണ് നമ്മുടെ മുറി. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ് തിരിച്ച് സൈക്കിളോടിച്ച് ഇങ്ങനെ വരുന്ന വഴി എനിക്കൊരു മയിൽപ്പീലി താഴേന്ന് കിട്ടി. സത്യം പറഞ്ഞൊരു ഭയങ്കര ഒരു ബ്ലെസ്ഡായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ബ്ലെസ്ഫുൾ മൊമെൻ്റ് ആയിരുന്നു അത്. എന്താ പറയുക, എനിക്കൊരു ഇത്രയും പോസിറ്റിവിറ്റി ഒക്കെ കിട്ടി. ഞാനിങ്ങനെ ഫുള്ളൊരു എനർജറ്റിക്കായിട്ട് ഭയങ്കര ഒരു ഇതിൽ വരുമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് വഴി കിടന്ന് കിട്ടി. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ബ്ലെസ്ഡായിട്ട് തോന്നി. സോ ഞാൻ എന്തായിരുന്നു റെസ്റ്റൊക്കെ എടുത്ത് സെറ്റാക്കാം. ഇപ്പോൾ സമയം 9:15, 9:50 ഫസ്റ്റ് ബ്രഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് സ്ലോട്ട്. സോ നമുക്ക് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓ Yeah? ഗായ്സ്, അങ്ങനെ ഇവിടെ നല്ല രീതിക്ക് 2 ദിവസം സ്പെൻഡ് ചെയ്ത് ഞാൻ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്കിവിടെ നിന്ന് ഇപ്പോൾ ഗാന്ധിപുരത്തൊരു ബസ്സുണ്ട്. സോ ഇതാണ് ഗായ്സ് ഇന്നത്തെ വ്ളോഗ്, ഐ മീൻ ഈ വ്ളോഗ്. സോ സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്, സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മൊത്തം എന്താണ് പക്ഷികളും ചെറിയ ചെറിയ അണ്ണാനും നല്ല രസമാണ് ഗായ്സ്. ഇതൊരു കാടാണ്, അപ്പോൾ അതിൻ്റേതായ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടും. ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതാണ്, യോഗ ഇൻട്രസ്റ്റ് ഉള്ളതാണ്, പ്രകൃതിയായിട്ട് എന്താണ് ഇണങ്ങാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡു വിസിറ്റ് ദിസ് പ്ലേസ്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. സോ ദിസ് ഇസ് ഇറ്റ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. Under the boughs where the shadows play, the wind hums soft.